ട്രാവൽ ഡയറിയിലേക്ക് സ്വാഗതം. വേനൽക്കാല ഗവി യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. ആദ്യമേ പറഞ്ഞതുപോലെ മഴയും മഞ്ഞും ഉള്ളപ്പോഴാണ് ഗവിയിൽ സൗന്ദര്യം നിറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആ നേരങ്ങളിലെ തണുപ്പ് തന്നെ. വേനൽക്കാലത്തിനും അതേ സൗന്ദര്യമുണ്ട്. ഗവി വഴിയുള്ള കാടിനെ വേനലിൽ അറിയുകയാണ് ഈ യാത്ര. വേനലിന്റെ തെളിമയിലും താപത്തിലും മുങ്ങി ഒരു യാത്ര. മഴയുടെ കടും പച്ചക്കാടിൽ നിന്ന് വേനലിന്റെ മഞ്ഞ നിറമുള്ള കാട്ടിലൂടെ ഒരു യാത്ര. ഞങ്ങൾ ആങ്ങമൂഴിയിൽ നിന്ന് 24 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. പെൻസ്റ്റോക്ക് പൈപ്പ് ക്രോസിംഗ് പോയിന്റിലെത്തി. നാട്ടിടങ്ങളിൽ വളരുന്ന വയണമരത്തെയാണ് അവിടെ ആദ്യം കാണുന്നത്. കാട്ടിൽ വളരുന്നതുകൊണ്ട് ഒരു പക്ഷേ അതിനെ കാട്ടുവയണ എന്ന് വിളിച്ചേക്കാം. അവിടെ ഏറ്റവും ദുഃഖം തോന്നിയൊരു കാര്യമുണ്ട്. കാട് കാണാൻ എത്തുന്നവരിൽ ചിലർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറും കുപ്പികളും പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം വാഹനത്തിൽ തന്നെ അത് കരുതി വെച്ച് അത് നിക്ഷേപിക്കാനുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കാവുന്നതേയല്ലേ ഉള്ളൂ. മദ്യക്കുപ്പികൾ പൊടിച്ചിടുന്നതും ചിലർക്ക് ഹരമാണ്. അവ മൃഗങ്ങളുടെ പാദങ്ങളെ മുറിവാക്കുമെന്നറിയാത്തവരല്ല. അവർ സ്വയം തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് ഈ പാലത്തിന്റെ അടിവാരത്ത് 3 ഭീമാകാരമായ പൈപ്പുകൾ നിവർന്നു കിടക്കുന്നത് കാണാം. താഴേക്ക് കക്കി ഡാമിൽ നിന്ന് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിലേക്ക് വെള്ളം എത്തിക്കുന്നവയാണ് ഈ പൈപ്പുകൾ. ഇവ ചിലയിടത്ത് മലകൾക്കടിയിലൂടെയാണ് കടന്നു വരുന്നത്. കക്കി ഡാമിന്റെ തീരത്ത് ഇവയുടെ തുടക്കം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആ ഭീമാകാരമായ പൈപ്പുകൾ. ആകാശത്തിന് വല്ലാത്ത സൗന്ദര്യം തോന്നി. വേനലിലെ ആകാശത്തിന് ഇളം നീലയുടെ മിനുക്കമാണ്. അവയിലൂടെ ഒഴുകിയും അനങ്ങാതെ നിന്നുമുള്ള മേഘങ്ങൾ കാഴ്ചയുടെ മനോഹാരിതയാണ്. അതിസൂക്ഷ്മമായി ഓരോന്നിലേക്കും കണ്ണും മനസ്സും ഏകാഗ്രതയോടെ തൊട്ടാൽ എന്നും ഓർക്കുന്ന അനുഭവങ്ങൾ മനസ്സിന്റെ താഴ്വാരങ്ങളിൽ പൂക്കും. ഇവിടെ ഒരു കൊടും വളവുണ്ട്. ഈ വളവിന്റെ സൈഡിലെ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് കൊച്ചുപമ്പ ആനത്തോട് എന്നാണ്. ഇത്തരം ബോർഡുകളാണ് സ്ഥലമറിയാൻ നമ്മളെ ഓരോ യാത്രയിലും സഹായിക്കുന്നത്. നമ്മുടെ വീട്ടിടങ്ങളിൽ സ്ഥിരമായി കാണുന്ന പച്ചപ്പക്കി, പച്ചക്കണിയാൻ, പച്ചക്കുതിര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ കാട്ടിലൂടെ പോകുന്ന വഴിക്ക് ആ കാറിന്റെ ഗ്ലാസ്സിൽ വന്ന് ഇരുന്നു. ഇതാണ് അതിന്റെ കാഴ്ച. നമ്മൾ പറയാറുണ്ട് ഭാഗ്യമാണെന്നൊക്കെ. ഞങ്ങൾ ആ ഭാഗ്യത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അതിനെ കാട്ടുപച്ചക്കുതിര എന്നായിരിക്കും വിളിക്കുന്നത്. മഴക്കാലത്ത് ഇതുവഴി പോകുമ്പോൾ ഈ കാണുന്ന വിടവിലൂടെയൊക്കെ വെള്ളം ഒഴുകി താഴേക്ക് വരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത് ഉണങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ മുകളിലേക്കൊന്ന് നോക്കി, ആകാശത്തിന്റെ നിറം ആ മരങ്ങൾക്കിടയിലൂടെ തെളിഞ്ഞു വരുന്നു. അതുപോലെ തന്നെ വെയിലിന്റെ ചില്ലുകളും. കാട്ടുപാതയിലൊരു ബോർഡാണിത്. അതിലിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. പരാതികൾക്കും നിർദ്ദേശങ്ങൾക്കും ബന്ധപ്പെടുക. ഞങ്ങൾ തീർച്ചയായും ബന്ധപ്പെടും. ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ട്. ദയവായി പരിഹരിച്ചു തരണം എന്നൊരപേക്ഷ മാത്രം. വെയിലിന്റെ യഥാർത്ഥ മുഖമാണ് നമ്മൾ കാണുന്നത്. ആ കരിമ്പാറകളൊക്കെ ചുട്ടു പഴുത്തു നിൽക്കുകയാണ്. ചെറിയ ചെടികളൊക്കെ ഉണങ്ങിക്കരിഞ്ഞു തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരിടത്ത് ഞങ്ങൾ കാറ് നിർത്തി. ഞങ്ങൾക്ക് വളരെ സുന്ദരമായൊരിടമാണെന്ന് തോന്നിയിടത്താണ് വണ്ടി നിർത്തിയത്. അങ്ങ് ദൂരെ ഒരു മല നിൽക്കുന്നത് കണ്ടില്ലേ? അതിന്റെ മുകളിൽ കൂടെ ഇലക്ട്രിക് ലൈനുകൾ പോകുന്നുണ്ട്. അവിടെ ഹെവി വോൾട്ടേജ് ഉള്ള ലൈനുകൾ. ആ ലൈനുകൾ പോകുന്നതിന്റെ അടിവശത്ത് ആ കാട് വെട്ടി ഒതുക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ലൈനിലേക്ക് കറണ്ട് പ്രവഹിച്ചുകൊണ്ട് അവിടെ ആ ഒരു തീ കത്താൻ സാധ്യതയുണ്ട്. ആ വെട്ടി ഒതുക്കിയിരിക്കുന്നത് ഒരു വഴി പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ആ കുന്നിന്റെ പച്ചനിറവും ആകാശത്തിന്റെ നീലിമയും മേഘവും എല്ലാം കൂടെ ചേരുമ്പോൾ അവിടെ അപാരമായ ഒരു മനോഹാരിതയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ചില ചുവന്ന ഇലകളോടുകൂടിയ മരങ്ങൾ അത് അതിലേറെ സുന്ദരമാക്കുന്നു പ്രകൃതിയെ. നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് അമേരിക്കൻ സ്വദേശിയായ ഒരു ചെടി നിൽപ്പുണ്ട്. അസ്ട്രേസി കുടുംബത്തിൽപ്പെട്ട അഗരാറ്റം കോണിസോയിഡ്സ് ആണ് ഈ ചെടി. നമ്മുടെ നാട്ടിൽ അതിന് പല പേരുകളുണ്ട്. നായ്ത്തുളസി, അപ്പ, കട്ടപ്പ, കുമ്മിണിപ്പച്ച, മുറിയൻ പച്ച. തമിഴിൽ അതിനെ പാമ്പുളു എന്ന് വിളിക്കുന്നു. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണെന്നും കേൾക്കുന്നു. ഇനിയും നമുക്ക് കുറച്ചു നേരം മരങ്ങൾക്കിടയിലൂടെ ആകാശത്തെ കാണാം. വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. അത് നേരിൽ കാണുമ്പോഴാണ് അതിന്റെ പരിപൂർണമായ ആ സൗന്ദര്യം നമ്മളിലേക്ക് വരുന്നത്. കണ്ടില്ലേ? സൂര്യൻ ഒളിച്ചൊളിച്ച് നമ്മളിലേക്ക് ആ ഇലകളുടെ ഇടയിലൂടെ എത്തി നോക്കുന്ന ആ രംഗം. അത് കണ്ണിലേക്ക് വീഴുമ്പോൾ കണ്ണൊന്ന് ചിമ്മിപ്പോവും. അത്രയ്ക്ക് ഉഷ്ണമാണ്, അത്രയ്ക്ക് ചൂടാണ് ആ സൂര്യന്റെ ധാരകൾക്ക്. മരങ്ങളൊക്കെ അത് നേരിട്ട് ഏറ്റിട്ടാണ് നമുക്ക് ആ വഴിയിലെ തണുപ്പ് തരുന്നത്. കാട്ടിലെ ഒരു വളവ് തിരിഞ്ഞെത്തുമ്പോഴാണ് ചിതറി നിൽക്കുന്ന കനം കുറഞ്ഞ മരക്കൊമ്പുകളിൽ ചുവപ്പും ഓറഞ്ചും കലർന്ന പൂക്കുലകൾ കണ്ടത്. എന്ത് രസമാണ് ആ പൂക്കളെന്നും പറഞ്ഞ് ഡോക്ടർ വണ്ടി വഴിയിൽ നിർത്തി. ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ അനുവാദമില്ലായിരുന്നു. ഇലകൾ ഒന്നുപോലുമില്ലാതെ ചെറിയ മരങ്ങൾ, പൂക്കൾ മാത്രം. മലബരത്തി എന്നാണ് ചെറിയുടെ പേര്. വേനലിൽ പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ ഇലകൾ പൂർണ്ണമായും കുടഞ്ഞു കളയുന്ന ചെടി.
പശ്ചിമഘട്ട വനഹൃദയങ്ങളിൽ മലപരുത്തി നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഈ ഭാഗം കടന്നു പോകുമ്പോൾ ഞങ്ങൾ വല്ലാതെ നനയുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ വന്ന് ഞങ്ങൾ കുളിച്ചതാണ് അതിന്റെ നീരുറവയിൽ. അവിടെ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചതാണ്. പക്ഷെ ഇന്ന് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഭൂമി വറ്റി വരണ്ട്, മലകൾ വറ്റി വരണ്ട്, പുല്ലുകൾ ഉണങ്ങി നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു പ്രകൃതിയെയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, അത്രയ്ക്ക് ഉണക്കലുണ്ട് അവിടെ. ഒരു പ്രാവശ്യം മഴ പെയ്താൽ മതി, ഈ മഞ്ഞ നിറമൊക്കെ അങ്ങ് മാറി കടും പച്ചയാവും ആ കുന്നിന്. മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന കൊടുങ്കാടാണ് റോഡ് സൈഡിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള കാടിനെ പകുത്താണ് ഇങ്ങനെ ഒരു വഴി ഒരു കാലത്തുണ്ടായത്. നമ്മൾ ആങ്ങമൂഴിൽ നിന്ന് 36 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, കക്കി ഡാമിന്റെ വ്യൂ പോയിന്റ്. വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി നിന്ന് ആ വ്യൂ പോയിന്റ് വല്ലാതെ ആസ്വദിച്ചിട്ടും ആ മരങ്ങളുടെ തണലിൽ കുറച്ചു നേരം ഇരുന്നിട്ടും നിന്നിട്ടുമാണ് പോകുന്നത്. ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ കാറിലൊരു ഫാമിലി ഉണ്ട്. ഗവി വഴിയുള്ള യാത്രയിലെ ഏറ്റവും വൈബുള്ള ഒരു സ്ഥലമാണിത്. ആസ്വദിക്കാൻ പറ്റിയവർക്ക് കുറച്ചു നേരം അവിടെ നിന്നും ഇരുന്നും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. സുന്ദരമായ കാഴ്ചകളാണ്. നോക്കൂ, ആ മലകളുടെ ഇടയിൽ റിസർവോയർ, അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു. നീല നിറമുള്ള വെള്ളം, അത് ആകാശത്തിന്റെ നിറം കൂടിയാകാം. അവിടെ ആ വെള്ളക്കെട്ടിനിടയ്ക്ക് ചെറിയ ചെറിയ ദ്വീപ് പോലെയുള്ള കൊച്ചു കുന്നുകൾ, അതിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. മറ്റൊന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ മരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന കാറ്റാണ്. നമ്മൾ നിൽക്കുന്ന ഇടത്ത് കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്, കണ്ടില്ലേ, അതിങ്ങനെ കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുക. വേനലാണെങ്കിലും അവിടെ ഒരു കാറ്റുണ്ട്, ആ കാറ്റിനൊരു തണുപ്പുണ്ട്, അവിടെ ഒരു നിഴലുണ്ട്. നമുക്കങ്ങനെ സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും. ചിലരൊക്കെ അവിടെ വന്നിരുന്ന ആഹാരം കഴിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ വലിച്ചെറിയുന്ന ഒരു രീതി കാണുന്നതാണ് ഏറ്റവും വിഷമമായിട്ട് തോന്നുന്നത്. ഇത്രയധികം തണുപ്പ് തന്നിട്ടും എന്തിനാണ് പ്രകൃതിയെ ഇങ്ങനെ നോവിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കണ്ടില്ലേ മരങ്ങൾ നിൽക്കുന്നത്, അത് പടർന്നു നിൽക്കുന്ന മരങ്ങളാണ്. വളരെ കുറച്ച് മൂടുകളെ ഉള്ളൂ എങ്കിലും അത് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ആ കാറ്റിൻ്റെ ഒരു സൗണ്ട് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാതുകളിലേക്ക് ചൂളം പോലെ ഓടിയെത്തുന്ന ആ കാറ്റ്. ഇത് വേറെ കൊച്ചു വഴിയുടെ ഇപ്പുറത്തുള്ള വഴിയിലൂടെയുള്ള ആ റിസർവോയറിൻ്റെ ഒരു കാഴ്ചയാണ്. ഇതാണ് അവിടുത്തെ കുട പിടിച്ച് നിൽക്കുന്ന മരങ്ങൾ. അതൊരു വേരിൻ്റെ ഒരു വളർച്ച പോലെ നമുക്ക് കാണുന്നത്, പടർന്നു നിൽക്കുന്ന മരങ്ങൾ പോലെ. അതിൻ്റെ തൊലിയൊക്കെ ആരോ ഇളക്കിയിട്ടുണ്ട്. ചിലപ്പോൾ മൃഗങ്ങളാവാം, അല്ലെ മനുഷ്യനാകാം, കല്ല് വെച്ച് ഇടിക്കുന്നതൊക്കെ ആകാം. കണ്ടില്ല, ഈ മരത്തിലൊരു എഴുത്തുണ്ട്. പണ്ടൊക്കെ സ്കൂളിലെ ബെഞ്ചുകളിലൊക്കെ കോറിയിട്ടതുപോലുള്ള ഒരു എഴുത്ത്. ലവ് യു എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. LOV യുടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടോ കുത്തിക്കീറി എഴുതിയതാണ്. എന്തായാലും കുറച്ച് സമയമെടുത്താണ് അത് ചെയ്തിരിക്കുന്നത്. ആ മരത്തിൻ്റെ നിഴലിനോട് നന്ദി പറയുകയാണ് നമ്മൾ. ഇത്രയും വേനലിലും നമുക്ക് വേണ്ടി വെയിൽ കൊള്ളുന്ന മരങ്ങൾ. ഈ റിസർവോയറിൻ്റെ അടുത്തായതുകൊണ്ടാകാം കുറച്ചൊക്കെ അവിടെ പച്ചപ്പ് കൂടുതലാണ്. അങ്ങനെ പലതരത്തിലുള്ള നീണ്ടു നിവർന്നു കിടക്കുന്ന ഉയർന്നു നിൽക്കുന്ന മരച്ചില്ലകളാണ് ആ ഒരു റിസർവോയർ പോയിന്റിന്റെ ഭംഗി. കണ്ടില്ലേ, ആകാശം കാണാനില്ല, ഒരു മേൽക്കൂര, ഒരു കുടയായിട്ട് മരങ്ങളുടെ ചില്ലകളാണ് നമുക്കുള്ളത്. നമ്മൾ അവിടുന്ന് തിരികെ പോവുകയാണ്. അതിന് തൊട്ടപ്പുറത്തൊരു മൊട്ടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ അവിടെ പച്ച നിറമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം വരുമ്പോൾ അവിടെ മഞ്ഞ നിറമാണുള്ളത്. ആ കക്കി റിസർവോയറിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇതൊരു നിരോധിത മേഖലയാണ്. നമുക്കവിടെ ഇറങ്ങാനോ കയറാനോ ഒന്നും പാടില്ല. അവിടെ മുള്ളുവേലി ഇട്ടിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ ഡാം ഉള്ളത്. പക്ഷെ നമുക്ക് ആ ഡാമിന്റെ ഫോട്ടോയോ വീഡിയോസോ ഒന്നും എടുക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് നമ്മളത് തെറ്റിക്കാനും തയ്യാറാകുന്നില്ല. ഈ പ്രകൃതി ദൃശ്യമാണ് നമ്മളെ ഈ യാത്രയുടെ ഏറ്റവും സ്നേഹമുള്ള ഭാവമാക്കി മാറ്റുന്നത്. അകലെ നമുക്ക് ഡാം കാണാൻ പറ്റും. നമ്മൾ അതിലെ കയറിയാണ് പോകുന്നത്. കാടിന്റെ നടുവിലൂടെയാണ് കറണ്ട് കമ്പികൾ ഇങ്ങനെ പോകുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള വോൾട്ടേജ് വഹിക്കുന്ന കമ്പികളാണിത്. ഇതിന്റെ താഴെ നിൽക്കുമ്പോൾ ചെറിയ ഈ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ശരിയാണോ എന്നറിയില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ ഭാഗത്ത് ഞങ്ങൾ കരിങ്കുരങ്ങിനെ കണ്ടു. പക്ഷേ ഞങ്ങൾ വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്തപ്പോഴേ അത് ചാടി അകത്തോട്ട് പോയതുകൊണ്ട് അതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കിട്ടിയിട്ടില്ല. കണ്ട് അവിടെ ഒരു ചുവന്ന ഇലകൾ നമ്മൾ കണ്ടു. അത് ഈ കാടിൻ്റെ ഒരു സൗന്ദര്യം തന്നെയാണ് ഈ പോകുന്ന വഴിയിലൊക്കെ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റോഡ് സൈഡ് ഞങ്ങൾ വണ്ടി ചെറുതായിട്ട് നിർത്തി.
അവിടെ കരിയിലകൾ ഇങ്ങനെ വീണ് ആ പ്രകൃതിക്ക് ഒരു മെത്തയുടെ ഒരു രീതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കരിയിലകൾ ഇങ്ങനെ കിടന്ന് അവിടെ ഉണങ്ങി മഴ പെയ്യുമ്പോൾ ഈ മരങ്ങൾക്ക് തന്നെ ഒരു വളമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കാട്ടിലെ ഒരു മരത്തിൻ്റെ നേരെ മൂട്ടിൽ നിന്നുള്ള അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു ദൃശ്യമാണ്. കണ്ടില്ലേ, ആ മരത്തിൻ്റെ ഉയരം അങ്ങനെ നമുക്ക് ഭയങ്കരമായൊരു സന്തോഷം തരുന്നൊരു കാഴ്ച കൂടിയാണത്. ഈ കാനനയാത്രയിൽ ചില മരങ്ങളൊക്കെ ഇങ്ങനെയാണ്, അതിൻ്റെ തുമ്പത്തെ ഇലകളൊക്കെ കിളിനിലകളൊക്കെ ഇങ്ങനെ ചുമന്ന് നിൽക്കുന്ന രീതിയിലാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് പച്ചയാകും. ഇത് കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഒരു 3-4-5 മൂടുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഈ യാത്രയുള്ള വഴിയോരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ദൂരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന മരങ്ങളെ കാണാൻ പറ്റും. ചിലരത് പറയുന്നത് വയണയുടെ ഇനത്തിൽപ്പെട്ട ഒരു മരമാണെന്ന്. മറ്റു ചില പേരുകൾ കൂടി അതിന് ഗൂഗിളിൽ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ശരിയായത് ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പേര് ഉൾപ്പെടുത്താത്തത്. നമ്മൾ 42 കിലോമീറ്റർ സഞ്ചരിച്ച് ആനത്തോട് ഫ്ലാങ്ങിങ് ഡാമിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വെള്ളക്കെട്ടാണ്. ഇവിടുന്ന് വെള്ളം ശേഖരിച്ച് അടുത്ത ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. നമുക്കിവിടെയും വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ആ നിയമം തെറ്റിക്കുന്നില്ല. ഇതാണ് ആ ഡാമിൻ്റെ ഒരു വിദൂര ദൃശ്യം. വെയിൽ തെളിച്ച വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എല്ലാവരും കാട് നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ യാത്ര അത്ര മനോഹരമാണ്. പോകാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വനയാത്ര നടത്തണമെന്ന് മാത്രമാണ് റിക്വസ്റ്റ് ഉള്ളത്. ഇതിലെ കാറിൽ മാത്രമല്ല, ഇതിലെ ട്രാൻസ്പോർട്ട് ബസ്സിലും പോകാൻ പറ്റും. ഒരു ദിവസം പത്തനംതിട്ടയിൽ നിന്ന് 2 ബസ് ഈ വഴിക്ക് പോകുന്നുണ്ട്. കുമളിയിൽ നിന്ന് തിരിച്ചും 2 ബസ് വരുന്നുണ്ട്. ഒരിക്കലത് തീർച്ചയായും ഒരു പാറക്കുന്നായിരുന്നു. ഇവിടെ പണിയുടെ ആവശ്യത്തിന് ഡാമിൻ്റേതോ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കെട്ടിടങ്ങളുടെയൊക്കെ ആവശ്യത്തിന് ഇവിടുന്ന് പാറ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെന്ന കാര്യം നമുക്ക് അനുമാനിക്കാം. എന്തായാലും ഈ കുന്നിൻ്റെ ആ മുറിപ്പാടും നമുക്കൊരു കാഴ്ചയുടെ സൗന്ദര്യമാണെങ്കിലും പ്രകൃതിയോടുള്ള ആ ഒരു നോവും നമ്മുടെ മനസ്സിലുണ്ട്. ആങ്ങമൂഴിയിൽ നിന്ന് 45 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു ചെക്ക് പോസ്റ്റ് കൂടിയാണ്. ഇവിടുന്ന് അടുത്ത പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മൾ കടന്നു പോകേണ്ട ഗേറ്റ്. അവിടെ ഒരു വാഹനം എത്തിയിട്ടുണ്ട്. നമുക്ക് മുമ്പേ വന്ന യാത്രക്കാരാകാം. ഇവിടെ മൃഗങ്ങളുടെ ശല്യമൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. അവിടെ ആരെങ്കിലും മൃഗങ്ങളെല്ലാം തൊട്ടാൽ തന്നെ അവിടെ ഒരു സ്പാർക്ക് അവർക്ക് ഫീൽ ചെയ്യും, അവർ മടങ്ങി പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ലക്ഷ്യം. ചോറൊക്കെ റെഡിയാണ്. കേരള ഉള്ളി അടൂർ. ഒന്നിനെയും കണ്ടില്ല എന്നുള്ള ദുഃഖത്തിലാണ് ഞങ്ങൾ. എവിടെ? അവിടെയോ? ഈ ഫീസ് അങ്ങോട്ടുള്ളതാണോ സാറേ, അതോ ഇപ്പൊ ഞങ്ങളിവിടെ അടയ്ക്കണോ അതോ വേണ്ട? ഇപ്പൊ അടയ്ക്കണം, 85 രൂപ അടയ്ക്കണം. ഓ, അങ്ങനെയുണ്ട്. പെരിയാർ ടൈഗർ റിസർവിലേക്ക് പോകണമെങ്കിൽ 85 രൂപ. ഇത് കഴിഞ്ഞുള്ള വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് 6 മണിക്ക് മുമ്പായി ഞങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇനിയൊരു 4 മണിക്കൂർ സമയം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് ജെയ്ഡ് വൈൻ അല്ലേ? ഇത് തൻബർഗിയ, തുൻബർജിയ എന്നൊക്കെ ഇതിനെ വിളിപ്പേരുണ്ട്. ഇന്ത്യയിൽ പൊതുവെ പറയുന്നത് മൈസൂർ ക്ലോക്ക് വൈൻ എന്നാണ്. സ്വീഡിഷുകാരനായ ഒരു സയൻറ്റിസ്റ്റ് കാൾ പീറ്റർ തൻബർഗിനോടുള്ള ആദരവിലാണ് ഇതിന് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ശരറാന്തൽ തിരുതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു എന്നൊരു പാട്ട് നമുക്ക് വളരെ ഇഷ്ടമാണ്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് യേശുദാസ് പാടിയതാണ് ഈ പാട്ട്. മഹാദേവരായിരുന്നു സംഗീതം. കുലകുലകളായി ഞാന്ന് കിടക്കുന്ന ഈ പൂക്കൾക്ക് ശരറാന്തൽ എന്നാണ് മലയാളത്തിൽ വിളിപ്പേര്. ചുറ്റും ഞാന്ന് കിടക്കുന്ന സ്ഫടികപ്പണിത്തരങ്ങളോടുകൂടിയ തൂക്കുവിളക്ക് പോലെയാണ് ഈ പൂക്കളുടെ നിർമ്മിതിയും ഉണ്ടായിട്ടുള്ളത്. ഇതിങ്ങനെ പടർന്നു കിടക്കുമ്പോൾ നല്ല നിഴലാണ്, അതിനടിയിൽ നല്ല തണുപ്പാണ്. കാഴ്ചയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതും. ഈ ചെക്ക് പോസ്റ്റിൽ 85 രൂപ അടച്ച് പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഇത്രയും നേരം വളരെ മനോഹരമായിരുന്നു നമ്മുടെ യാത്ര. കാഴ്ചകൾ ഒരുപാട് നമ്മളിലേക്ക് കടന്നു വന്നു. ഒരു കാര്യം സ്വകാര്യമായിട്ട് പറയട്ടെ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഇത്തിരി ആഹാരം കിട്ടുമെന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും സന്ധിപ്പേ വരവണക്കം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.